അങ്ങനെ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയ്ക്കും ഒരു എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി അഥവാ ELF യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അസമിലെ ദിബ്രുഗഡിലെ മോറൻ ബൈപ്പാസിൽ ഒരുക്കിയ എമർജൻസി ലാൻഡിംഗ് സ്ട്രിപ്പിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വഹിച്ചുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ C-130J സൂപ്പർ ഹെർക്കുലിസ് വിമാനം പറന്നിറങ്ങിയതോടെ ചരിത്രം. പിന്നാലെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ തേജസും സുഖോയും റഫാലും പറന്നുയർന്ന ആകാശത്ത് വിസ്മയം തീർത്തു. 40 മിനിറ്റ് നീണ്ട എയർ ഷോ. ദേശീയപാത 37 മോറൻ ബൈപ്പാസിൽ ഒരുക്കിയ 4.2 കിലോമീറ്റർ നീളമുള്ള എമർജൻസി ലാൻഡിംഗ് സ്ട്രിപ്പ് ഇന്ത്യൻ വ്യോമസേനയുടെ പോർ വിമാനങ്ങൾക്കും യാത്രാ വിമാനങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാനാകും. ഇന്ത്യൻ വ്യോമസേനയുമായി സഹകരിച്ചാണ് എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി രൂപകൽപ്പന ചെയ്തത്. ആധുനിക വിമാനങ്ങളുടെ ഉയർന്ന ചൂടും ഭാരവും താങ്ങാൻ കഴിവുള്ള പ്രത്യേക പേവ്മെന്റ് ക്വാളിറ്റി കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. 100 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. അടിയന്തര സാഹചര്യങ്ങളിൽ ദിബ്രുഗഡ് വിമാനത്താവളത്തിന് പകരമായി ഇത് ഉപയോഗിക്കാനാകും. 40 ടൺ വരെ ഭാരമുള്ള പോർ വിമാനങ്ങൾക്കും 74 ടൺ വരെ ഭാരമുള്ള യാത്രാ വിമാനങ്ങൾക്കും ഇവിടെ ഇറങ്ങാൻ സാധിക്കും. ഒരു ദേശീയപാത മിനിറ്റുകൾക്കുള്ളിൽ സാധാരണ യാത്രാ മാർഗത്തിൽ നിന്ന് ഉയർന്ന പ്രകടനശേഷിയുള്ള സൈനിക റൺവേ ആയി മാറുന്ന കാഴ്ചയൊക്കെയാണ് വടക്കുകിഴക്കൻ മേഖലയും സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ ബാർമറിൽ 2021 ഇന്ത്യയിലെ ആദ്യ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ വടക്കുകിഴക്കൻ മേഖലയിലെ ആദ്യ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിക്ക് സവിശേഷതകൾ ഏറെയാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും പ്രാദേശിക പ്രതിരോധ ശേഷിക്കും നിർണായകമായ ഒരു ചുവടുവെപ്പാണിത്. ചൈന അതിർത്തിയിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ചാബുവ, തേസ്പൂർ തുടങ്ങിയ സമീപ എയർബേസുകൾക്ക് ഒരു നിർണായക ബാക്കപ്പാണ്. ഇവ ആക്രമിക്കപ്പെട്ടേക്കാവുന്ന ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായാൽ മോറൻ ബൈപ്പാസിലെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമായ പ്രവർത്തനപരമായ അധിക ശേഷി നൽകും. രാജ്യത്തുടനീളം ദേശീയപാത ശൃംഖലകളിൽ ലാൻഡിംഗ് ഫെസിലിറ്റി ഒരുക്കുന്നത് പ്രതിരോധ മേഖലയ്ക്ക് കരുത്താകും. ഇവ ശത്രുക്കൾക്ക് നിർവീര്യമാക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. സൈനിക ഉപയോഗത്തിനപ്പുറം ഇവ മാനുഷിക സഹായത്തിനും ദുരന്ത നിവാരണത്തിനും സഹായകമാകും. സമീപ മേഖലകളിൽ ദുരന്തം സംഭവിച്ചാൽ സമയബന്ധിതമായി ജീവൻ രക്ഷാ സാമഗ്രികളും രക്ഷാപ്രവർത്തന സംഘങ്ങളും വൈദ്യസഹായവും നേരിട്ട് എത്തിക്കാനാകും. ഇന്ത്യയിലെ ദേശീയപാതകളിലും എക്സ്പ്രസ് വേകളിലുമായി 28 എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയും റോഡ് ഗതാഗത മന്ത്രാലയവും ചേർന്നാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ വർഷം ഇവയിൽ പലതും പ്രവർത്തനക്ഷമമാകും. സൈനിക ആവശ്യങ്ങൾക്കും അടിയന്തര ഘട്ടങ്ങളിൽ സാധാരണക്കാർക്കും വേണ്ടിയാണ് ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. അസമിൽ 5, പശ്ചിമ ബംഗാളിൽ 4, ആന്ധ്രാപ്രദേശിൽ 3, ഗുജറാത്തിൽ 3, രാജസ്ഥാനിൽ 3 എന്നിങ്ങനെയാണ് പ്രധാനമായും ലാൻഡിംഗ് ഫെസിലിറ്റികൾ ഒരുക്കുന്നത്. ബീഹാറിലും ഹരിയാനയിലും ജമ്മു കാശ്മീരിലും തമിഴ്നാട്ടിലും 2 വീതവും പഞ്ചാബിലും ഉത്തർപ്രദേശിലും 1 വീതവുമാണ് എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റികൾ ഉള്ളത്. അതേസമയം എല്ലാ 28 സ്ഥലങ്ങളുടെയും കൃത്യമായ പേരുകൾ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ പ്രധാനമായും അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലാണ് ഇവ സജ്ജീകരിക്കുന്നത്. സൈനിക ആവശ്യങ്ങൾക്കും അടിയന്തര ഘട്ടങ്ങളിൽ സാധാരണക്കാർക്കും വേണ്ടിയാണ് ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.